വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന. എരുമക്കൊല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. രാത്രി 9 മണിയോടെ ജോലി കഴിഞ്ഞു വരുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. DFOയുമായി വാക്കുതർക്കമുണ്ടായി. പോസ്റ്റ്മോർട്ടം ചെയ്യാ മറവ് ചെയ്യാ കഴിഞ്ഞോ 5 ലക്ഷമല്ല 10 ലക്ഷം 10 ലക്ഷമല്ല 11 ലക്ഷം ഞാൻ അനുഭവിച്ചോളാം 11 ലക്ഷം സർക്കാരിന്റെ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, നിലവിലെ പ്രദേശത്തെ സാഹചര്യം എത്തരത്തിലാണ്? സോന, നിലവിൽ മൃതദേഹം അവിടുന്ന് മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. DFOയുടെ നേതൃത്വത്തിലാണ്. ഈ നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ ഒരു മൃതദേഹം മാറ്റുന്നതിന് മുമ്പ് കൃത്യമായി നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാണ്. DFOയും കൃത്യമായി ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ഒരു കാര്യം നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ തുകയും ലഭ്യമാക്കണമെന്ന ഒരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ചർച്ച അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഈ അറുമുഖൻ, അതായത് അദ്ദേഹം ഈ പൂളക്കുന്ന് ഊരിലെ നിവാസിയാണ്. അദ്ദേഹം അവിടെ ഒറ്റക്കാണ് താമസം. രാത്രി ജോലി കഴിഞ്ഞു വരുന്ന സമയത്താണ് ഈ ഒരു കാട്ടാന ആക്രമിച്ചത്. ഈ വീടിന് സമീപത്തായി എത്തിയ സമയത്തായിരുന്നു ആക്രമണം. ഏകദേശം ഈ തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. അപ്രതീക്ഷിതമായി ഈ കാട്ടാന ഒന്ന് ആക്രമിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാട്ടുകാരടക്കം ഈ കാട്ടാന ഒച്ചയിടുന്നതിന്റെ ശബ്ദം കേട്ടതായിട്ട് ഇപ്പോൾ ഒരു പറയുന്നുണ്ട്. തുടർന്നാണ് ഈ ശബ്ദം കേട്ട് പരിശോധന നടത്തിയ സമയത്താണ് ഈ അറുമുഖന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാട്ടാനയുടെ സാന്നിധ്യം ആ പ്രദേശത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർ ഇപ്പോൾ അവിടെ തന്നെ തുടരുകയാണ്. മൃതദേഹം മാറ്റാൻ അനുവദിക്കുന്നില്ല. ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉറപ്പ് നൽകണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. DFOയുമായി ഇത് ചർച്ച നടത്തുന്നുണ്ട്. DFO കൃത്യമായി നാളേക്കുള്ളിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ തുകയും നഷ്ടപരിഹാരമായി നാളെ തന്നെ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ഈ ഒരു ചർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം മേപ്പാടിയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ശേഷം നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടി ഉണ്ടാവുക. എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 മാസത്തിനിടെ വലിയ കാട്ടാനാക്രമണങ്ങൾ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 11-നും 12-നുമാണ് അവസാനമായി വയനാട്ടിൽ 2 കാട്ടാനാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 11-ന് നൂൽപ്പുഴയിലും ഫെബ്രുവരി 12-ന് അട്ടമലയിലുമാണ് കാട്ടാനാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഫെബ്രുവരി 11-ന് റിപ്പോർട്ട് ചെയ്ത നൂൽപ്പുഴയിൽ മാനു എന്നൊരു യുവാവും ഫെബ്രുവരി 12-ന് അട്ടമലയിൽ ബാലകൃഷ്ണൻ എന്നൊരു യുവാവുമാണ് കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെ ഏകദേശം ഒരു 2 മാസത്തോളം പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു കാട്ടാനാക്രമണം വയനാട്ടിൽ ഉണ്ടാകുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. എന്തായാലും ഇന്ന് നാട്ടുകാരുടെ പ്രദേശത്ത് അവസാനം കഴിഞ്ഞാൽ മൃതദേഹം ആഷിഖ്, ഇപ്പോഴും പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോന, അങ്ങനെ തന്നെയാണ്. കാരണം ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശവാസികൾ കാത്തു നിൽക്കുന്നത്. കാരണം ഈ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകാമെന്ന് അറിയിക്കുമെങ്കിലും കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൂൽപ്പുഴയിൽ കൊല്ലപ്പെട്ട മാനുവിന്റെ കുടുംബത്തിന് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഫെബ്രുവരി 11-നാണ് മാനു കൊല്ലപ്പെടുന്നത് കാട്ടാനാക്രമണത്തിൽ. എന്നാൽ ഇതുവരെ കുടുംബത്തിന് ഈ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അതിന് അവർ തമിഴ്നാട് സ്വദേശികളാണെന്നടക്കമുള്ള പല ന്യായവാദങ്ങളുമാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ഈ സമാനമായതിൽ അറുമുഖനും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അറുമുഖന്റെ കുടുംബം തമിഴ്നാട്ടിലാണ്. അറുമുഖൻ ഏകദേശം 50 വർഷത്തോളമായി കേരളത്തിലേക്ക് വന്ന് ഈ ഒരു പ്രദേശത്ത് തേയിലത്തോട്ടത്തിലടക്കം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാനമായ രീതിയിൽ ചില നിയമപ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ സമയത്ത് ഈ ഒരു പ്രതിസന്ധി വരെ നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യമുള്ളത്. അത് 10 ലക്ഷം രൂപ പൂർണ്ണമായും ലഭിക്കണമെന്നും ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ നൽകാമെന്നാണ് ഈ DFO അറിയിക്കുന്നത്. എന്നാൽ അത് പോരാ, മുഴുവൻ നൽകണമെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു. എന്തായാലും ഈ ഒരു തർക്കം ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ഈ പ്രദേശവാസികൾ നഷ്ടപരിഹാരം പൂർണ്ണമായി ലഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 5 ലക്ഷം നൽകാമെന്നൊരു കാര്യത്തിൽ വനം വകുപ്പും പറയുന്നുണ്ട്. എന്തായാലും തർക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിലുള്ള ഇതിലൊരു തീരുമാനമായി മൃതദേഹം മാറ്റാൻ കഴിയുമെന്നാണ് വനംവകുപ്പും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. അവിടേക്ക് ജനപ്രതിനിധികളും വനംവകുപ്പിന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് സൗത്ത് DFO തന്നെയാണ് നേരിട്ടെത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തുന്നത്. പക്ഷേ പ്രദേശവാസികൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ
സൂചിപ്പിച്ച ഈ ഒരു നഷ്ടപരിഹാരം അടക്കം ലഭിക്കുന്നതിലെ അവ്യക്തതയാണ് പ്രധാനമായും ഈ പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. അത് പല സമയത്തും വയനാട്ടിൽ നമ്മൾ കണ്ടതുമാണ്. നേരത്തെ സൂചിപ്പിച്ച മാനുവിന്റെ കുടുംബത്തിന് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ കൃത്യമായി ഉറപ്പ് ലഭിക്കണം എന്നൊരു കാര്യം അവർ ആവശ്യപ്പെടുന്നത്. അത് DFOയുമായി അറിയിക്കുന്നുണ്ട്. DFO കൃത്യമായി നാളെക്കുള്ളിൽ 5 ലക്ഷം രൂപ ആദ്യമായിട്ട് നൽകാമെന്ന് അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും മുഴുവൻ തുക ലഭ്യമാക്കണം എന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും 67 വയസ്സാണെന്നാണ് 60-67 വയസ്സ് എന്നാണ് മനസ്സിലാക്കുന്നത്. അറുമുഖൻ എരുമക്കൊല്ലി പൂളക്കുന്ന് ഉന്നതി സ്വദേശിയാണ്. അവിടേക്ക് രാത്രി അരിയും സാധനങ്ങളുമായി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് രാത്രി 9 മണിയോടെ കാട്ടാന ആക്രമിച്ചത്. ഈ തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാട്ടാന ചവിട്ടിയിട്ടുണ്ട്. വളരെ ഗുരുതരമായി ആഴത്തിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അറുമുഖൻ മരിച്ചു കിടക്കുന്നതിന്റെ സമീപത്തായി രക്തപ്പാടുകൾ, രക്തം ഒലിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കാട്ടാനാക്രമണമാണ് അറുമുഖിനെതിരെ നടന്നിട്ടുള്ളത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. വയനാട്ടിൽ ഒരുപക്ഷെ 2 മാസത്തിനിടെ ആദ്യ ഒരു കാട്ടാനാക്രമണം, ഒരു കാട്ടാനാക്രമണത്തിന്റെ അറുതി ഉണ്ടായി ഒരു സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് കരുതിയ സമയത്താണ് വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടായത്. എന്തായാലും മേപ്പാടിയിൽ ഒരു 2 മാസത്തിനിടെ രണ്ടാമത്തെ കാട്ടാനാക്രമണം എന്നും പറയേണ്ടി വരും. എന്തായാലും പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഈ ഒരു നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ മൃതദേഹം മാറ്റാനാകുമെന്നാണ് വനവകുപ്പ് കരുതുന്നത്. സോന, അന്നും ഞങ്ങൾ കേട്ടതാ, ഇന്നും ഞങ്ങൾ കേൾക്കില്ല. മണ്ടന്മാരാ സാർ, ഒന്നും വേണ്ട. ഈ വയനാട്ടില് സാറ് പറഞ്ഞ 9 വർഷം മുന്നേ എന്റെ അച്ഛൻ മരിച്ചു. ആനകുട്ടി മരിച്ച ചുടുക്കല് അന്നു മുതൽ ഞാൻ കേൾക്കുന്ന. അത് കഴിഞ്ഞ് പിടിക്കാൻ എന്തെങ്കിലും തീരുമാനം ഓക്കെ, ഞാൻ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെക്കാളും വിഷമം എനിക്കുണ്ട്, മനസ്സിലായില്ല. ഇതിന്റെ എല്ലാവിധ ഗൗരവത്തോടു കൂടിയും നമ്മൾ സർക്കാരിനെ അറിയിക്കും. മേപ്പാടി പഞ്ചായത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഈ സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. മേപ്പാടി പഞ്ചായത്ത് സാർ എന്താ പറയുന്നത്? ഇതിപ്പോ ഇൻക്വസ്റ്റ് എടുക്കുക, പോസ്റ്റ്മോർട്ടം ചെയ്യാ, മറവ് ചെയ്യാ. കഴിഞ്ഞോ? 5 ലക്ഷമല്ല, 10 ലക്ഷം. 10 ലക്ഷത്തില് 10 ലക്ഷമല്ല, 11 ലക്ഷം ഞാൻ അനുഭവിച്ചോളാം. 11 ലക്ഷം സർക്കാരിന്റെ വയനാട് എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടെ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഷിഖ് റഹ്മാനുണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി. ആഷിഖ്, സ്ഥിരമായി കാട്ടാന ആക്രമണം നടക്കുന്ന പ്രദേശത്താണോ സംഭവം നടന്നിരിക്കുന്നത്? സോന, കാട്ടാന ആക്രമണത്തിന്റെ ഉപരി കാട്ടാന ശല്യം രൂക്ഷമായ സ്ഥലമാണ് മേപ്പാടി എരുമക്കൊല്ലി എന്നൊക്കെ പറയുന്നത്. കാട്ടാന ശല്യം രൂക്ഷമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മേപ്പാടിക്കാർക്ക് ഇത് പുതിയ സംഭവമല്ല. നേരത്തെ സൂചിപ്പിച്ച അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ എന്ന ബാലൻ കൊല്ലപ്പെടുന്നത് ഫെബ്രുവരി 12-നാണ്. അതിന് പിന്നാലെ ഏകദേശം 2 മാസം പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു കാട്ടാനാക്രമണം മേപ്പാടി ഞെട്ടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതെല്ലാം തേയിലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബാലകൃഷ്ണൻ, അതായത് ഫെബ്രുവരി 12 കൊല്ലപ്പെട്ട അട്ടമല സ്വദേശി ബാലകൃഷ്ണനും സമാനമായ രീതിയിൽ ഒരു തേയിലത്തോട്ടത്തിന് നടുവിൽ വെച്ചാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതെല്ലാം രാത്രിയിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം ഈ ലൈറ്റുകൾ വേണമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും രാത്രികാലങ്ങളിൽ കടകളിൽ പോയി തിരിച്ച് വീട്ടുകളിൽ പോകുന്ന സമയത്ത് ആണ് പലപ്പോഴും ഈ ആക്രമണത്തിന് ഇരയാകുന്നത്. അത് പലപ്പോഴും വെളിച്ച സംവിധാനം ഇല്ലാത്തത് ഇവർക്ക് ഈ ആനയെ കാണാൻ കഴിയുന്നില്ല. ആന പലപ്പോഴും ഈ പൊത്തുകളിലെല്ലാം ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഈ തേയിലത്തോട്ടത്തിനിടയിൽ നിൽക്കുന്നതിനാൽ തന്നെ പെട്ടെന്ന് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. തുടർന്ന് ഈ കാട്ടാൻ അപ്രതീക്ഷിതമായി വന്നാണ് ആളുകളെ ആക്രമിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ കൃത്യമായി വെളിച്ചം ഈ ഒരു പ്രദേശങ്ങളിൽ വേണമെന്ന് കാലങ്ങളായി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഊരുകളിലായതിനാൽ തന്നെ പല ഇടങ്ങളിലും സർക്കാർ കൃത്യമായി അല്ലെങ്കിൽ വനംവകുപ്പ് കൃത്യമായി ലൈറ്റോ മറ്റ് സംവിധാനങ്ങളോ നടപ്പാക്കുന്നില്ല. ഇതും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ കാരണമാകുന്നുണ്ട്. മറ്റൊരു കാര്യം ഫെൻസിംഗ് ആണ്. ഈ ഫെൻസിംഗ് കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. ഈ അട്ടമല മേപ്പാടി പരിസര പ്രദേശങ്ങളിൽ വേണമെന്നുള്ളത് പല സമയവും നമ്മൾ ഈ ദൃശ്യങ്ങളും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം കാട്ടാനകൾ തേയിലത്തോട്ടത്തിലെ രാവിലെയും പകലൊന്നും ഇല്ലാതെ പോകുന്നതും ആളുകൾക്ക് നേരെ ചീരിപ്പായുന്നതെല്ലാം ദൃശ്യം
ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്തെല്ലാം കാട്ടാന വരുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി ഫെൻസിംഗ് വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. തേയിലത്തോട്ടങ്ങളിലാണ് അവസാനമായി മേപ്പാടിയിൽ സംഭവിച്ച 2 മരണങ്ങളും കാട്ടാനാക്രമണത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മേപ്പാടി എരുമക്കുലി റോഡാണിത്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. പ്രധാന റോഡാണ്. ആ റോഡിൽ നിന്നും ഏകദേശം ഈ ഊളക്കുന്ന് ഉന്നതിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു കാട്ടാനാക്രമണം നടന്നിട്ടുള്ളത്. വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ, അരിയും അടക്കമുള്ള സാധനങ്ങളുമായി പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ആക്രമിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രക്തം തളം കെട്ടി നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയ്ക്കും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. 67 വയസ്സാണ് പ്രായമുള്ള വ്യക്തി. അതിൽ തന്നെ അപ്പോൾ തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി 9 മണി ആയിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ പലരും ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സമയം കൂടിയാണ്. അദ്ദേഹം ഒരു തോട്ടം തൊഴിലാളി കൂടിയാണ്. അതുകൊണ്ട് തോട്ടം ജോലിയെല്ലാം കഴിഞ്ഞ് മേപ്പാടി ടൗണിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരുന്ന സമയത്തായിരിക്കും ഈ ഒരു ആക്രമണം നടന്നത്. എന്തായാലും വലിയ പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച 2 മാസം മുമ്പ് ഈ ഒരു കാട്ടാനാക്രമണം നടന്നപ്പോൾ വനം വകുപ്പ് നൽകിയ ഉറപ്പുകളെല്ലാം വീണ്ടും ലംഘിക്കപ്പെടുകയാണ്. ഫെൻസിംഗ് പ്രാവർത്തികമാകുന്നില്ല. ലൈറ്റ് അടക്കമുള്ള വെളിച്ച സംവിധാനങ്ങളൊന്നും കൃത്യമായി മേപ്പാടിയിലെ പരിസര പ്രദേശങ്ങൾ നടപ്പാകുന്നില്ല. പ്രത്യേകിച്ച് ഈ ഊരിലേക്ക് ഈ പലരും കൊല്ലപ്പെടുന്നതെല്ലാം ഈ ഊരുകളിലേക്ക് പോകുന്ന സമയത്ത്, ഈ കാടുകൾക്ക് സമയത്ത് തേയിലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൊല്ലപ്പെടുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടേക്ക് പോകുന്ന സമയത്തെല്ലാം കൃത്യമായി വെളിച്ച സംവിധാനങ്ങളോ ഫെൻസിങ്ങോ നടപ്പാക്കുന്നില്ല എന്നുള്ളത് കാലങ്ങളായി പറയുന്നതാണ്. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഫെബ്രുവരി 12-ന് ഈ ബാലകൃഷ്ണൻ എന്ന ബാലൻ കൊല്ലപ്പെടുന്നത്. പിന്നാലെയും വലിയ പ്രതിഷേധം നടന്നു. ആ സമയത്തെല്ലാം വയനാട് എരുമക്കൊല്ലിയിലാണ് കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. രാത്രി 9 മണിയോടെ ജോലി കഴിഞ്ഞു വരുന്നതിനിടെയായിരുന്നു ആന ആക്രമിച്ചത്. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.